വലിയ കൊമ്പത്തെ വ്ളോഗറൊന്നും അല്ലെങ്കിലും ഒരു സാധാരണക്കാരിയായ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് തലയിലുള്ള എൻ്റെ ഒരു ഈവനിങ് 2 hours നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. അപ്പോൾ ഞാൻ വൈകിട്ടത്തെ ഈവനിങ് ചായയുടെ പരിപാടി കഴിഞ്ഞതിന് ശേഷം സ്റ്റിൽ അടുക്കളയിലാണ്. അടുക്കളയിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യം അരിയാനുണ്ടെങ്കിൽ അത് അരിയുക. ചിലപ്പോൾ നാളത്തേക്കുള്ളതായിരിക്കാം, അതിനുള്ളത് അരിഞ്ഞ് വയ്ക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രിപ്പറേഷൻസ് ചെയ്യുമോ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. അപ്പോൾ അങ്ങനെ കുറച്ചൊരു യൂഷ്വലി ഒരു 5:30 വരെ ഞാൻ ആ കിച്ചണിൽ തന്നെയായിരിക്കും. അതിനിടയ്ക്ക് മോട്ടർ അടിച്ചിട്ട് നമ്മൾ കുടിക്കാനുള്ള വെള്ളം മോട്ടർ അടിക്കുമ്പോൾ തന്നെ ഡയറക്റ്റ് പിടിച്ച് വെക്കുകയാണ്, അത് ചെയ്യും. പിന്നെ കുപ്പികളിൽ വെള്ളം നിറച്ച് വെക്കാനുണ്ടെങ്കിൽ കുടിക്കാനായിട്ട് ഡെയിലി നമ്മൾ കുപ്പികളിലേക്ക് വെള്ളം നിറച്ച് വെക്കും. അപ്പോൾ ആ കുപ്പികൾ ഓരോന്നാണ് കാലിയാക്കി പോകുന്നത്. അപ്പോൾ നമുക്ക് ഏകദേശം ഒരു മെഷർമെൻറ്റും ഉണ്ടാവില്ല നമ്മൾ എന്തോരം വെള്ളം കുടിച്ചു എന്നുള്ളത്. അപ്പോൾ അങ്ങനെ കുപ്പികളിൽ വെള്ളം നിറച്ച് വെക്കുക, ആകെ പരിപാടികൾ, ചായയുടെ പാത്രങ്ങൾ കഴുകുക, ഇതെല്ലാം ചെയ്ത് അത്യാവശ്യം ആ പരിപാടികളെല്ലാം ഒന്ന് തീർത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് ഞാൻ അടുത്ത സെക്ഷനിലേക്ക് കയറും. അപ്പം വീട്ടിൽ അച്ഛനുണ്ടെങ്കിൽ താഴത്തെ ഫ്രണ്ട് വശത്തും ബാക്ക് വശത്തും ഒക്കെയുള്ള ചെടികളെല്ലാം അച്ഛൻ നനയ്ക്കും. അച്ഛൻ ഇല്ലാത്തപ്പോൾ താഴെയും എനിക്ക് ചെടികളെല്ലാം നനയ്ക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ ഇവിടുന്ന് മുകളിലേക്ക് അപ്സ്റ്റേഴ്സിലേക്ക് കയറുകയാണ്. മുകളിലേക്ക് കയറി വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതാ നമ്മുടെ മിലിയോ ഇവിടെ വന്ന് എനിക്ക് മുന്നേ ഇവിടെ എത്തി ഹാജരായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളിതാ അവിടുന്ന് ഞാൻ മുകളിലേക്ക് വന്നു. അപ്പോൾ എൻ്റെ കയ്യിലൊരു കവറുണ്ട്. കവർ എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറയാം. അപ്പോൾ ഇതാ ഇവിടെ ഒരു ഡോറ്, നമ്മുടെ ബാൽക്കണിയിലേക്ക് ഇറങ്ങുന്ന ഡോറ്. ആ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഇവിടെ എൻ്റെ ഒരു പൂന്തോട്ടമാണ്. ഞാൻ കൂടുതലും ബൊഗെയിൻവില്ലാസ് എല്ലാം വെച്ചിരിക്കുന്ന സ്ഥലം ഇതാണ്. അതുപോലെ തന്നെ എൻ്റെ താമര അതെല്ലാം. അപ്പോൾ അതാ ഞാൻ അതിനെ പതിയെ നനയ്ക്കാൻ തുടങ്ങിയിരിക്കുകയാണ്. ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെയാണ്. ഇവിടെ ഇതെല്ലാം ഒന്ന് നനച്ച് എടുക്കണം. അതിൻ്റെ കൂട്ടത്തിൽ ചെടികൾക്ക് എന്തെങ്കിലും പുല്ലുണ്ടെങ്കിൽ അതിനെ ഒന്ന് ക്ലിയർ ചെയ്യുക. പിന്നെ അതുപോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കി പെറുക്കി അങ്ങനെയൊക്കെ ഒരു ഇതായിട്ട് ചെയ്ത് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത്. അപ്പം ആ ഒരു പരിപാടി അങ്ങനെ നടക്കും. അതിനോടൊപ്പം തന്നെ മോളോട് വിശേഷം പറയലുണ്ടാവും. പിന്നെ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്ലാൻ ചെയ്യാനെങ്കിൽ ഇതുപോലെ പഴയ പൂക്കളൊക്കെ നിൽക്കുന്നതൊക്കെ പറിച്ചെടുത്ത് അതിൻ്റെ ചോട്ടിലേക്ക് തന്നെയൊക്കെ ഇടും കേട്ടോ. ഞാൻ അതവിടെ നിർത്തിയേക്കുന്നത് കൊള്ളിലെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരോ നുണയോന്ന് എനിക്കറിയില്ല. ഈ ടോപ്പ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ഞാൻ മറ്റേ കൊടൈക്കനാലിന് പോയപ്പോഴാണ് ഊട്ടിയിൽ നിന്ന് വന്നപ്പോഴാണ് എപ്പോഴോ അത് ഞാൻ വീഡിയോ ഇട്ടായിരുന്നോ എന്ന് എനിക്ക് ഓർമ്മയില്ല. എന്തായാലും ഞാൻ അതിനുവേണ്ടി തയ്ച്ച ടോപ്പായിരുന്നു. പിന്നെ ഈ അന്ന് ഷോർട്ട് ടോപ്പ് തയ്ച്ചത് നമുക്ക് ട്രാവലിനൊക്കെ കുറച്ചുകൂടെ കംഫർട്ടബിൾ ആണല്ലോ എന്ന് ഓർത്താം. അത് കഴിഞ്ഞ് ഇനിയിപ്പോൾ എനിക്ക് ഈ വക ടോപ്പുകളുടെ ആവശ്യമില്ല. ഞാൻ ലോക്കലൊന്നും ഇങ്ങനെ നമ്മുടെ അടുത്തൊന്നും പോകുമ്പം ഇങ്ങനെ ഇത്ര ഇറക്കം കുറഞ്ഞ ടോപ്പുകളൊന്നും ഉപയോഗിക്കാറില്ലാത്തതുകൊണ്ട് പിന്നെ ഞാനത് വീട്ടിലിടാമെന്ന് തീരുമാനിച്ചു. അപ്പോൾ അതിൻ്റെ കൂടെ ഞാനൊരു പാവാട പാൻ്റാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഇനി അവിടുത്തെ നനയൊക്കെ കഴിഞ്ഞു. അടുത്ത മുകളിലേക്ക് കയറുകയാണ്. മുകളിൽ ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ ഈ സ്വിമ്മിംഗ് പൂൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടവർക്കറിയാം. മുകളിൽ നമ്മളിവിടെ ഇങ്ങനെ ഒരു സ്വിമ്മിംഗ് പൂൾ സെറ്റ് ചെയ്തിട്ടുണ്ടെന്ന്. ഇതാണ് എൻ്റെ പച്ചക്കറിത്തോട്ടവും. അതും ഇതിനു മുമ്പത്തെ വീഡിയോയിൽ ഞാൻ ഇട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതാ പുതിയ സാധനങ്ങളൊക്കെ വിത്ത് മുളച്ചൊക്കെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി ഇവിടെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തുണി അലക്കിയിട്ടിട്ടുണ്ട്. തുണി മടക്കിയെടുക്കണം. ഇവിടുത്തെ എല്ലാത്തിനെയും നനയ്ക്കണം. അപ്പം ഞാൻ തുണി മടക്കിയെടുക്കാൻ തുടങ്ങി. ആശുമോൾ ഇവിടെ നിന്ന് മോൾ എന്നെ ചില ദിവസങ്ങളിലൊക്കെ അവൾക്ക് നല്ല മൂഡാണെങ്കിൽ അവൾ മിക്കവാറും എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ. പിന്നെ ഇന്നിപ്പോൾ പൂളിൽ ഇറങ്ങിയില്ല, ചെറിയൊരു തലവേദനയൊക്കെ പറഞ്ഞതുകൊണ്ട് ഇന്ന് പൂളിൽ ഇറങ്ങണ്ടെന്ന് വെച്ചു. അതുകൊണ്ട് മോൾ നനയ്ക്കുന്നു, ഞാൻ തുണി മടക്കുന്നു. അങ്ങനെ തുണിയൊക്കെ മടക്കി തീർത്തിട്ടുണ്ട്. ഇനി ഞങ്ങൾ താഴേക്ക് പോവുകയാണ്. ഞാൻ ആ കൊണ്ടുവന്ന കവർ ഇതിനായിരുന്നു. എനിക്ക് ഈ സ്റ്റെപ്പിക്കടെ താഴേക്ക് ഇറങ്ങുമ്പോൾ തുണി കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങാൻ എനിക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ കമ്പിയിൽ പിടിച്ചിറങ്ങാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ കവറിനകത്ത് തുണി മടക്കി എടുത്തുകൊണ്ട് വരുന്നത് കേട്ടോ. ആ കൂട്ടത്തിൽ എനിക്ക് അവിടുന്ന് 2-3 ചെറിയ തക്കാളിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അതും പറിച്ചെടുത്തുകൊണ്ട് പോന്നിട്ടുണ്ട്. ഇനി നമുക്ക് തുണിയെല്ലാം മടക്കി കബോർഡിലേക്ക് ഇപ്പം തന്നെ അറേഞ്ച് ചെയ്ത് വെക്കാം. അപ്പോൾ ഞാൻ അതിനുള്ള പരിപാടിയിലാണ്. ഇതാണ് എൻ്റെ പാവാട പാൻ്റെന്ന് ഞാൻ പറഞ്ഞത്. നല്ല പാവാടയുടെ ഫ്ലെയറിലാണ് ഇതുള്ളത്. ഭയങ്കര ലൂസായിട്ട് കിടക്കും. അതായത് അംബ്രല്ല അല്ല, ഫുള്ളി ഫ്ലെയർഡ് പലാസോ, അതാണ് അതിൻ്റെ ഒറിജിനൽ പേര്. നമ്മൾ തന്നെ സ്റ്റിച്ച് ചെയ്തതാണ് കേട്ടോ. ഇത് ജസ്റ്റ് ക്രേപ്പ് മെറ്റീരിയലാണ്. ഏറ്റവും വില കുറഞ്ഞ പ്രിൻറ്റഡ് ക്രേപ്പ് മെറ്റീരിയലിലാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം നമുക്ക് എത്രത്തോളം ഫ്ലെയർ വേണോ അത്രത്തോളം അതിനനുസരിച്ച് കൂടുതൽ മെറ്റീരിയൽ എടുത്താൽ നമുക്കത് ചെയ്തെടുക്കാൻ പറ്റുമേ. ആർക്കെങ്കിലും വേണമെങ്കിൽ എൻ്റെ ഓറൻസ ബൈ സൗന്ദര്യയെ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ അതവിടെ നിൽക്കട്ടെ, അത് ബിസിനസ് കാര്യം. നമ്മളതെല്ലാം പറയാൻ വന്നത്. അപ്പോൾ ഞാനിത് ആദ്യം മടക്കിയെടുത്ത് കൊണ്ടുവന്ന തുണികളെ സോർട്ട് ചെയ്യുകയാണ്. പിന്നെ അടുത്ത എൻ്റെ സ്റ്റെപ്പ് അത് കട്ടിലയിൽ ഞാനിങ്ങനെ ഓരോന്ന് തിരിച്ച് ഓരോ സെക്ഷനിലേക്ക് പോകേണ്ടതിന് തിരിച്ച് വെക്കും. ഇനി ഈ തിരിച്ച് വെച്ചിട്ട് എനിക്ക് എടുത്ത് വെക്കാൻ എളുപ്പമാണ്. ഒരു സെക്ഷന് ഒരുമിച്ച് ഒരിടത്തേക്ക് അങ്ങ് എടുത്ത് വെച്ചാൽ മതിയല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇതിനെ തിരിച്ച് വെക്കുന്നത്. എൻ്റേതിൽ വീട്ടിലിടുന്ന തുണി മാത്രമേ ആക്ച്വലി വാഷിംഗ് മെഷീനിൽ അലക്കാറുള്ളൂ കേട്ടോ. ഞാൻ പുറത്ത് കൊണ്ടുപോകുന്ന തുണികൾ കൂടുതലും ഈ ബുട്ടിക്ക് ഉള്ളതുകൊണ്ട്
ബീഡ്സൊക്കെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്ത തുണികളാകുമ്പം അത് ഞാൻ വാഷിംഗ് മെഷീനിൽ ഇടാറില്ല. അപ്പോൾ അതുകൊണ്ട് കൂടുതലും വീട്ടിൽ യൂസ് ചെയ്യുന്ന തുണികളാണ് വാഷിംഗ് മെഷീനിൽ ഇടാറുള്ളത്. ബാക്കിയൊക്കെ ഞാൻ കൈകൊണ്ട് അലക്കുകയാണ് കേട്ടോ ചെയ്യണത്. അപ്പം ആ തുണികളൊക്കെ വീട്ടിലിടുന്ന തുണികൾ അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്. അതായത് ടീഷർട്ടും പാൻറ്റുമായിട്ട് ഇടുന്നുണ്ട്, അല്ലാതെ ചുരിദാർ ഇടുന്നുണ്ട്, പിന്നെ ചിലപ്പോൾ ഈ ഫ്രോക്ക് നൈറ്റീസ് ഇടും. അങ്ങനെ ഓരോന്നും ഓരോ സെക്ഷനിലാണ് വെക്കുന്നത്. അപ്പോൾ അത് തിരിച്ച് വെക്കും. പിന്നെ അണ്ടർ ഗാർമെൻറ്റ്സ് വേറെ, മോൾഡഡ് ഡ്രസ്സുകൾ, അവളുടെ ടീഷർട്ട് പാൻറ്റ്, അതെല്ലാം അവൾ വീട്ടിലിടുന്നത് എപ്പോഴും ടീഷർട്ടും പാൻറ്റുമാണ്. ഞാൻ നല്ല വിയർത്ത് കുളിക്കുകയാണ്. ഒന്നാമത് വണ്ണമുള്ളതുകൊണ്ട്, വണ്ണമുള്ളവർക്ക് ഇച്ചിരി സ്വെറ്റിങ് കൂടുതലായിരിക്കുമല്ലോ, അവർക്ക് ആവി കൂടുതലായിരിക്കുമല്ലോ. അപ്പം അത് കാരണം ഞാൻ നന്നായിട്ട് വിയർത്ത് കുളിക്കുന്നുണ്ട് കേട്ടോ, ഫാൻ ഇട്ടിട്ടുണ്ട്. എന്നാൽ പോലും ഇതാ ഞാൻ മോളുടെ ഡ്രസ്സ് ഇങ്ങനെയാണ് അറേഞ്ച് ചെയ്യുന്നത്. ഒരു പാൻറ്റും അതിന് പെയറായിട്ട് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്ന ടീഷർട്ടും കൂടെ ഒരുമിച്ച് വെച്ചിട്ട് ഇതാ ഇങ്ങനെ ഒന്ന് ഉരുട്ടി മടക്കി അതിനെ ഇപ്പുറത്തേക്കൊന്ന് ക്ലോസ് ചെയ്തെടുക്കും. അപ്പോൾ ഇതൊരു ഉണ്ടയായി. ഈ ഉണ്ടയാണ് ഞാൻ എടുത്ത് വെക്കുന്നത്. ഈ ഓരോ ഉണ്ടകളാണ് അവൾ ഒരു ദിവസം എടുത്ത് ഇടുന്നത്. അപ്പോൾ അതിനകത്ത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നു. ഒന്നുകൂടെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഒരു പാൻറ്റ് എടുത്തു, അതിനുള്ള ടീഷർട്ട് എടുത്തു. ഇത് പാൻറ്റിനെ ഞാൻ മടക്കിയിരിക്കുന്നത് ആ കാലിൻ്റെ വശം പുറത്തോട്ട് ഇങ്ങനെ വരുന്ന രീതിയിലാണ് മടക്കിയിരിക്കുന്നത്. അതിന് മുകളിലേക്ക് സെൻട്രൽ മടക്കിയിട്ട് അതിന് മുകളിലേക്ക് ടീഷർട്ട് വെച്ചു ഉരുട്ടി ഈ താഴെ വരുമ്പോൾ നമ്മുടെ പാൻറ്റിൻ്റെ ഇലാസ്റ്റിക് പോർഷൻ ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിനെ പുറത്തേക്ക് വിട്ടിട്ട് അതിനെ ചുറ്റും കൊണ്ടുവന്ന് മടക്കിയെടുത്തു. ഒരു ഉണ്ടയായി. അപ്പോൾ ഇങ്ങനെ ഞാൻ അവളുടെ വീട്ടിലിടുന്ന ഡ്രസ്സ് കംപ്ലീറ്റ്, അതായത് പെയർ തിരിഞ്ഞങ്ങ് ഇരിക്കാൻ വേണ്ടിയിട്ടും കുറച്ചുകൂടെ വെല്ലായിട്ട് അറേഞ്ച് ചെയ്ത് ഓർഗനൈസ് ചെയ്ത് ചെറിയ സ്പേസിൽ നമുക്കത് അറേഞ്ച് ചെയ്യാനും പറ്റും. അപ്പോൾ ആ ഒരു രീതിയിൽ ഞാനതിനെ എടുത്ത് ചെയ്യുന്നത്. അപ്പോൾ അത് ഓരോ ഡ്രസ്സും അതിനെ അങ്ങനെ തന്നെ എടുത്ത് പെയർ ചെയ്ത് ഇങ്ങനെ ഉരുട്ടിയെടുത്ത് വെക്കും. ഇനി അത് ഒരുമിച്ച് അവളുടെ ഡ്രസ്സ് വെക്കുന്ന ആ ഒരു പൗച്ചിലേക്ക് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് അവളെ കറക്റ്റായിട്ട് നോക്കിയെടുത്തോളും. അപ്പം പൗച്ചിൽ തന്നെ ഞാൻ 2 സെറ്റായിട്ട് തിരിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഇതാണ് ആ സാധനങ്ങൾ എടുത്തു അവളുടെ പൗച്ചിലേക്ക് ഞാൻ വെക്കുകയാണ്. ഇത് നമ്മുടെ ഫ്ലിപ്കാർട്ടിലും ആമസോണിലും ഒക്കെ കിട്ടുന്ന സാരി ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന വാർഡ്രോബ് ഓർഗനൈസർ എന്നൊക്കെ പറഞ്ഞ് കിട്ടുന്ന ഒരു സാധനമാണ്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ എടുത്തു വെച്ചു. ഇനി അതിനകത്ത് ഞാൻ വയ്ക്കുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് കണ്ടോ, 2 പൈലായിട്ട് വച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഒരു സെറ്റ് ഇങ്ങനെ ഇരിക്കുകയാണ്, അടുത്ത സെറ്റ് ഇങ്ങനെ ഇരിക്കുന്നു. അപ്പോൾ ഈ താഴെ കാണുന്ന ഈ ഒരു സെക്ഷൻ ഇപ്പം നനച്ച് മടക്കി കൊണ്ടുവരുന്ന സെക്ഷനാണ്. മുകളിൽ കാണുന്ന സെക്ഷൻ അവൾക്ക് എടുക്കാനുള്ള സെക്ഷൻ. അപ്പോൾ അതുകൊണ്ട് അവൾ മുകളിലുള്ള സെക്ഷനിൽ നിന്ന് എടുത്തെടുത്ത് പോവും.